വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെക്കേഷൻ തുടങ്ങി അന്ന് മുതൽ ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോവാന്ന് അങ്ങനെ പറഞ്ഞിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദാ ഏപ്രിൽ കഴിഞ്ഞു, മെയ് എത്തി. അപ്പം അങ്ങനെ ഞങ്ങൾ ഫൈനലി പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലം ഊട്ടിയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഊട്ടിയിലേക്കാണ് പ്ലാൻ ചെയ്തിട്ട് എത്തിയത്. മൂന്നാറൊക്കെ പോയതാണ്, എന്നാൽ പോലും പോയി വരാനുള്ള സുഖത്തിന് ഞങ്ങളൊരു ഇടദിവസമാണ് പോയിട്ടുള്ളത്, ഫ്രൈഡേ. കാരണം സാറ്റർഡേ സൺഡേയും അവിടേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. എന്നാൽ പോലും നല്ല തിരക്കാണ് ഞങ്ങൾ പോയപ്പോൾ. കാരണം നമ്മൾ ഫ്ലവർ ഷോ ഒന്നും തുടങ്ങിയിട്ടില്ല, അതൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ നടുകാണിച്ചാരെത്തി. അയ്യോ എന്തൊരു തണുപ്പാണോ, എന്ത് ഭംഗി അറിയും. ഫസ്റ്റ് ഞങ്ങൾ കയറിയിട്ടുള്ളത് നമ്മുടെ ഷൂട്ടിംഗ് പോയിന്റിലാണ്. ഇതെൻ്റെ ചേച്ചീൻ്റെ മോനാട്ടോ, കസിൻ സിസ്റ്ററായ ചേച്ചീൻ്റെ മോനാണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ പോണുണ്ട് മുടിയൊക്കെ അയച്ചിട്ടിട്ട് ഭയങ്കര പോകുന്നപ്പോൾ അത്ര വലിയ തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ ചേച്ചിയും ഊട്ടി ഓടുക കേട്ടോ. ചേച്ചി നമ്മുടെ ഇവിടെ മഞ്ചേരി വായപ്പാറപ്പടി സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ പറഞ്ഞുള്ളൂ. ഊട്ടി 2-3 കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വേറെ സ്ഥലത്ത് നിന്ന് എത്തിക്കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾ 2-3 കോസ്റ്റ്യൂമൊക്കെ എടുത്തത്. നമ്മുടെ ബാബുവേട്ടന് ബൈജുവേട്ടന് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, ഇതിന് എന്താ പേര്, കർണാടക ഗാർഡൻ അങ്ങനെയല്ലേ പറയാ. ഓക്കെ ഫൈൻ. അങ്ങനെ അവിടെ എത്തി. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല വെയിലും ഉണ്ടായിരുന്നേ. 1 മണി 2 മണി സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ, അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതെന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. നമുക്കിങ്ങനെ ബാക്കിന്ന് ഞാൻ പറഞ്ഞു നമുക്കിവിടെ കുറച്ച് നേരം കളിക്കുകയല്ലേ, പക്ഷെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അതെനിക്കൊന്നും നിന്നില്ല. ഞാൻ ചുമ്മാ വീഡിയോ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും തണുപ്പ് കുറഞ്ഞു കേട്ടോ. 1 മണി 2 മണി സമയത്ത് തണുപ്പ് കുറഞ്ഞു. ഭയങ്കര വെയിലാണ്, ചൂടില്ലാത്ത വെയിലായിരുന്നേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഊട്ടിയിൽ വന്നതിന് ശേഷം ഞാനിത് ആദ്യമായിട്ടാണ് ഇതിന് മേലെ കൂടെ നടക്കുന്നത്. അയ്യോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നടുക്കിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഷെയ്ക്കാകും, ഒരുപാട് പേരിങ്ങനെ നടക്കണോണ്ടേ. പക്ഷെ നല്ല വ്യൂ, അടിപൊളി കാണാൻ. പിന്നെ ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ തൊടരുതെന്നൊക്കെ പറയും, പക്ഷെ ഞങ്ങൾ ജസ്റ്റൊക്കെ തൊട്ട് നോക്കും കേട്ടോ. പറക്കില്ല, കാരണം പറിക്കാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ എനിക്ക് ഇതിങ്ങനെ കൊണ്ട് വളർത്താനൊന്നും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കതിനോട് ക്രേസ് ഇല്ല. ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവറൊക്കെ വാങ്ങുക, ചെടികൾ കുഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കതിനോട് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് കാണണം, കണ്ടാൽ അടിപൊളിയാണ്, ഓക്കെ ഫോട്ടോ ഒക്കെ എടുക്കും, അല്ലാതെ എനിക്കതിനായിട്ട് ഇതില്ല. പിന്നെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. അയ്യോ ഒന്നും പറയണ്ട,